السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് നസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൻ അസീസ് ലോകസമക്ഷം സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 18-ാമത്തെ വചനം, അതിൽ ഇപ്രകാരം പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകത ഈ വചനത്തിൽ എടുത്തു പറയുകയാണ്. ഇന്നമ തൗബത്തു, നിശ്ചയമായും പശ്ചാത്താപം, അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയാകുന്നത്, ലില്ലദീന യഅ്മലൂന സൂഅ, ലില്ലദീന ഒരു വിഭാഗം ആളുകൾ, യഅ്മലൂന അവർ പ്രവർത്തിക്കുന്നു, അസ്സൂഅ തിന്മ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പശ്ചാത്താപം അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയാകുന്നത്. ഈ തിന്മ ചെയ്യുന്നത് ബിജഹാലത്തിൻ, വിവരക്കേട് കാരണം കൊണ്ടാണെങ്കിൽ, ശരിയായ ചിന്തയില്ലാതെ, അജ്ഞത മൂലം, വിവരദോഷത്താൽ തിന്മ പ്രവർത്തിക്കുന്നവരുടെ മേൽ പശ്ചാത്താപം അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയാകുന്നു. അങ്ങനെ വിവരമില്ലായ്മ മൂലം ചെയ്തിട്ട് സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നീട് യതൂബൂന അവർ ഖേദിച്ചു മടങ്ങുന്നു, മിൻ ഖരീബ് അടുത്ത് തന്നെ. തെറ്റ് അങ്ങ് ചെയ്തു പോയി, അത് പിന്നീട് അവർക്ക് അടുത്ത് തന്നെ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ബോധ്യം വന്നു, ഉടനെ അവർ ഖേദിച്ച് മടങ്ങുന്നു. അങ്ങനെ ഖേദിച്ച് മടങ്ങുന്നവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ എന്നത്, ഇന്നമത് തൗബത്ത്, പശ്ചാത്താപം സ്വീകരിക്കുക അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയാവുന്നു. അതാണ് അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത. തൻ്റെ സൃഷ്ടി, തൻ്റെ ദാസൻ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവൻ ആ കാര്യം ബോധ്യമാവുകയും
അവൻ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം, ആ ഖേദം സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായ കാര്യമാണ്. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅ്മലൂന സ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. എപ്പോഴെങ്കിലും അല്ല പശ്ചാത്തപിക്കുന്നത്. തെറ്റ് ചെയ്തു, ഉടൻ കാര്യം മനസ്സിലായി, അപ്പോഴത്തന്നെ അത് തിരുത്തും. അങ്ങനെ തിരുത്തുന്നവരോട് അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവർക്ക് ശരിയായ ദിശാബോധം പിന്നെ നൽകുകയും ചെയ്യും. ഇതെല്ലാം പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലും ആപ്ലിക്കബിളാണ്. അവർ പരീക്ഷയ്ക്ക് പഠിച്ചു, പക്ഷേ അത് തെറ്റിപ്പോയി. അത് കാര്യം അവർക്ക് മനസ്സിലായി. വീണ്ടും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരവസരം കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ഉയരത്തിലേക്ക് പോകാം. വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിച്ച് അശ്രദ്ധമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് പുരോഗതി ഉണ്ടാകുകയും. അപ്പോൾ ദൈവവഴിയിൽ എന്തെങ്കിലും ദിവസവും 5 നേരം നമ്മൾ പ്രാർത്ഥന നടത്തുന്നത് പോലെ ദൈവവഴിയിൽ നമ്മൾ 5 നേരവും ഓരോ ദിവസവും നമ്മൾ രാവും പകലും ഭക്ഷണം കഴിക്കുന്നത് പോലെ ദൈവവഴിയിൽ ചിലവഴിക്കണമെന്നുള്ളത് ഒരു നന്മയായ കാര്യമാണ് എന്നറിഞ്ഞിട്ടും അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ അവരിലേക്കൊരു കുറ്റബോധം കടന്നു വരുന്നു എങ്കിൽ അത് ആ തെറ്റ് തിരുത്തി അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുകയാണെങ്കിൽ അവർക്ക് വന്ന് സംഭവിക്കാവുന്ന വളരെ വലിയ വിപത്തുകളൊക്കെ അവരിൽ നിന്നും മാറിപ്പോകും. അത് അസദഖത്തു റദ്ദുൽ ബലാ എന്ന് പറയുന്നത്. ബലാ, വലിയ പരീക്ഷണം, വളരെ വലിയ ബുദ്ധിമുട്ട്, എടുക്കാൻ പറ്റാത്ത കാര്യം, അതിനെയൊക്കെ ലഘുവാക്കി നമ്മുടെ ജീവിതം എളുപ്പമാക്കി തരും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് വളരെ വലിയ കുറ്റകരമായ കാര്യമാണ്. ഈ ഉപദേശം, ഈ നന്മ അവർക്ക് കിട്ടിയിട്ടും അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്തരം ആളുകളും അത്തരം വീടുകളും നോക്കിക്കൊള്ളണം. അവർ വളരെ വളരെ കഷ്ടതയിലും വിഷമത്തിലും ബുദ്ധിമുട്ടിലേക്കും അവർ എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കതിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ അവർ വീണ്ടും അതിൽ തന്നെ ആയിരിക്കും. കാരണം ഈ നന്മയിലേക്ക് അവർ കടന്നു വരാൻ തയ്യാറാകുന്നില്ല. ഇനി ഇത്തരം മോശമായ അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ നന്മ ചെയ്യാതിരിക്കുന്നതായ ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ ഒക്കാതെ വരും. അള്ളാഹു പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് രക്ഷാമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത്. ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും. തമ്പുരാനെ, ഞാൻ അങ്ങനെ എനിക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്നിട്ടും ആ നല്ല കാര്യം ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത് ഞാനതങ്ങ് അവസാനിപ്പിച്ച് അതിലൂടെ ഞാൻ രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും അതും കൂടി വരികയാണ്. അപ്പോൾ ഈ നല്ല കാര്യം ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം, അവർക്ക് സാമ്പത്തികമായ രക്ഷയുണ്ടാകാം, ഭൗതികമായ രക്ഷയുണ്ടാകാം, ഭൗതികമായ ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ കരുതിയാണ് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നിർത്തുന്നത്. പക്ഷെ നിർത്തിയാൽ വരുന്ന പ്രശ്നം ഇതൊക്കെയാണ്. അവർക്ക് നന്മയിലൂടെ മുന്നേറാൻ കഴിയാതെ വരുന്നു, അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിന്നും അകന്നു പോകുന്നു. അതുകൊണ്ട് തെറ്റ് സംഭവിക്കാം മനുഷ്യന്. എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാം എന്നുള്ള ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നില്ല എന്ന ഖേദം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ, അത് പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ, ആ തെറ്റ് തിരുത്തുന്നില്ല എങ്കിൽ അവന് പിന്നീട് ആ തെറ്റ് തന്നെ അത് നല്ലതാണെന്ന് തോന്നിക്കൊണ്ടിരിക്കും. ആ ഗർത്തത്തിനകത്ത് കിടക്കുന്നതല്ലാതെ അവന് രക്ഷാമാർഗം കണ്ടെത്താൻ സാധിക്കില്ല. വക്കാനല്ലാഹു അലീമൻ ഹക്കീമ, അള്ളാഹു താലായെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അള്ളാഹു ആണ് അലീമൻ, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയുന്നവനാണ്. ഓരോ അനക്കങ്ങളും ഓരോ ഉള്ളിൽ വെച്ചുള്ള പെരുമാറ്റങ്ങളും പുറമേ ഉള്ള പെരുമാറ്റങ്ങളും ഇതെല്ലാം അള്ളാഹു എന്ത് ചെയ്യുന്നു? കാനല്ലാഹു അലീമൻ, ഏറ്റവും നന്നായി അറിയുന്നവനാണ്.
ഹക്കീമൻ, അവനാണ് ഹക്കീമായിട്ട് ഈ കാര്യം പറയുന്നത്, വിധികർത്താവായിട്ട്, ബുദ്ധിയുള്ളവനായിട്ട്, വിധികർത്താവായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അവനാണ്. അതുകൊണ്ട് ഇന്നമ തൗബത്ത്, പശ്ചാത്തപിച്ചോളൂ. ആ പശ്ചാത്താപം സ്വീകരിക്കൽ അള്ളാഹിൻ്റെ മേൽ ബാധ്യതയാകും. എങ്ങനെയുള്ളവരുടെ പശ്ചാത്താപമാണ് സ്വീകരിക്കുന്നത്? ലദീന യഅമലൂന സുഅ, അവർ തെറ്റ് ചെയ്യുന്നു. ആ തെറ്റ് ബിജഹാലത്തിൻ, അതവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നല്ല കാര്യം ചെയ്തുകൊണ്ടിരുന്നത് വേണ്ടാന്ന് വയ്ക്കുന്നു. എന്നിട്ട് അതവർക്ക് ലാഭകരമാവും, അതവരുടെ ഭൗതിക പുരോഗതിക്ക് നിദാനമാവും എന്ന് അവർ കരുതുന്നു. ജഹാലത്തിന് അത് അജ്ഞത കൊണ്ടാണ്. അതുകൊണ്ട് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ വർദ്ധിപ്പിക്കുകയല്ലാതെ അതിനെ നിർത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഹുമ്മയതൂബൂന മിൻ ഖരീബ്, അതുകൊണ്ട് തെറ്റുകൾ പെട്ടെന്ന് തന്നെ തിരുത്തിക്കൊള്ളൂ. ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അത്തരത്തിലുള്ളവരുടെ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുകയും അവർക്ക് പുരോഗതി പ്രദാനം ചെയ്യുകയും ചെയ്യും. അല്ലാതെ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങനെ തള്ളിക്കളയത്തില്ല, സംഭവിക്കാം. ഇതാണ് ഈ വചനത്തിൽ പറയുന്നത്. അല്ലാഹു തആല ഇതിൻ്റെ വിശദീകരണത്തിൽ ഖലീഫത്തുള്ള പറയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് അനുഗ്രഹിച്ചാൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.